എന്റെ കൂടെ ഉള്ളത് ദ വൺ ആൻഡ് ഓൺലി റിവ്യൂ സ്റ്റാർ ആറാട്ടണ്ണനും വിഷ്ണു കൊച്ചിക്കാരനുമാണ്. റിയൽ ലൈഫിൽ താങ്കൾ ആരാണ്? ഞാനാ ഒരു പെൻഷനാണ്. ഒരു 800 കോഴ്സിൽ ബുക്കായി സ്വന്തമായിട്ട് എഴുതിയതാണ്. അന്ന് ആ ബുക്ക് അധികം വിറ്റുപോയില്ല. അപ്പം അന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് മസാലയാണ്. അങ്ങനെയാണ് കുറേ മസാല വീഡിയോസെല്ലാം ഞാൻ എൻ്റെ ഇട്ടത്. അങ്ങനെയാണ് ഒരു കേസെല്ലാം വന്ന ആ പ്രശ്നമായിട്ട്. എന്തു പറ്റി അങ്ങനത്തെ ഫിലോസഫി ബുക്കിൽ നിന്നും പിന്നീട് ലാലേട്ടൻ്റെ പോലുള്ള ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, എന്തു പറ്റി ആളുകൾക്ക് അങ്ങനത്തെ ബുക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയുന്നത് കൊണ്ടാണോ അത് ട്രാക്ക് മാറ്റി ചെയ്തത്? അതിൻ്റെ മോളെ കോച്ച് ബുക്ക് ചെയ്തിരുന്നു. ഞാൻ ആദ്യം എഴുതിയത് മോളെ കോച്ചിലെ ബുക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫിലോസഫി കോച്ചിൽ എഴുതിയത്. പുള്ളി ഞാൻ ആ ബുക്ക് കോപ്പി അടിച്ചാണ് പറഞ്ഞത്. എനിക്ക് വളരെ ഫീൽ ചെയ്തു. കോപ്പി അടിച്ചാണ് പറഞ്ഞത്. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്രയും ആളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ബുക്ക് എഴുതിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് ഇൻസൾട്ട് ആയിരുന്നു അല്ലേ? അല്ല, ഞാൻ ഇപ്പോൾ വണ്ട ലുലുമാൾ പോയി ചിലപ്പോൾ ഈ 2K കേസിൽ നിരന്തരമായി ഞാൻ കളിയാക്കാറുണ്ട്. കുറച്ച് കുട്ടികളൊന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തില്ലായിരുന്നു. ചിലരോട് എടുക്കാം. പക്ഷെ അവർ ഫോട്ടോ എടുക്കുന്ന ഒപ്പത്തിൽ നമ്മൾ ഊക്കുകയും ചെയ്യും, കളിയാക്കുകയും ചെയ്യും. ഫോട്ടോ എടുക്കുകയും ചെയ്യും, അതിൻ്റെ ഒപ്പം കളിയാക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഈ കോമാളിയാവാൻ നിൽക്കുന്നു കൊടുക്കുന്നത്? ഈ അണ്ണൻ്റെ അടുത്തായാലും പെരേരുടെ അടുത്തായാലും ഇങ്ങനെ ഈ 2K കിഡ്സ് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്തൊന്നും കാണിക്കില്ല. ശരിക്കും ഇവരുടെ എല്ലാവരും ഒരു ഫെയിമിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആറാട്ടണ്ണനാണല്ലേ? തുടക്കം കുറിച്ച് ഞാനാണ്, പക്ഷെ അറിയാതെ തുടക്കം കുറിച്ചാണ്. ഈ ഒരു അറിയാതെ സംഭവിച്ചാണ്. പെരേര പ്ലാൻ ചെയ്ത ആളാണ്. അതായത് ഇവർ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു നിങ്ങളുടെ കൂടെ നടന്നിട്ട് ഫേമസ് ആവണമെന്നുള്ളത്. ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇവരോട് ഓരോത് പറഞ്ഞു കൊടുക്കണോണ്ടാണ് ഓരോ ചെയ്ത്. ഒരു വീഡിയോയിൽ കണ്ടു പെരേരയ്ക്ക് സ്ത്രീകളെടുത്ത് പോകാൻ ക്യാഷ് ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരാൻ പൈസ ഇല്ല. അപ്പൊ ആക്ച്വലി ആറാട്ടണ്ണൻ പെരേരയുടെ അടുത്ത് പൈസ കടഞ്ഞോട്ട് ചോദിച്ചതാണ്. പെരേര എൻ്റെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്, തന്നിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാ ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ? എന്തിനു വേണ്ടി പറയാ. ഞാനൊരു വീഡിയോയില് കണ്ടു, അതായത് ഈ ഒരു സെക്സ് എന്ന് പറയുന്നതിനെ മതങ്ങളാണ് മതങ്ങളാണ് ടാബു ആക്കി മാറ്റിയത്. കാരണം പറയുന്നതിന് എന്തോ മോശം. എനിക്ക് മനസ്സിലാണ്. ആഷിക പോയി സിനിമയിൽ പറഞ്ഞു, ഒരു പറഞ്ഞു ഒരു 10-20 പേര് ഇടിച്ചു വീഴുന്ന കുഴപ്പമില്ല, പക്ഷെ ഉമ്മ കൊടുക്കുന്ന പ്രശ്നമാണ്. എന്താണ് ഇത് ഇത്ര വലിയ മോശം കണക്കാക്കേണ്ട മനസ്സിലാവുന്നത്? അല്ല, മതം എന്ന് പറഞ്ഞാൽ വളരെ യാഥാസ്ഥികതയും ലോജിക്കില്ലാത്ത കാര്യമാണ്. ദൈവം വേണം, പക്ഷെ മതത്തിന്റെ ആവശ്യമില്ല. മതം ഉണ്ടാക്കുന്നത് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണ്, അവർക്ക് ആശയിട്ടാൻ വേണ്ടിയുള്ളതാണ്. ശരിക്കും മതം എന്ന് പറയുന്നത് പൈസക്ക് എല്ലാതും ഒരു മതത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വർഗീയതയിൽ ഉണ്ടാവുന്നുണ്ട്. ദൈവം വേണം, പക്ഷെ മതത്തിന്റെ ആവശ്യമില്ല. മതം മനുഷ്യരുണ്ടാക്കിയതാണ്. ഹായ് ഹലോ മൈൻഡ്സ്കേപ്പിൽ ഇറ്റ്സ് മീ പ്രശാന്തി. എൻ്റെ കൂടെ ഉള്ളത് ദ വൺ ആൻഡ് ഓൺലി റിവ്യൂ സ്റ്റാർ ആറാട്ടണ്ണനും പിന്നെ വേറെ ഒരു ചാനലും ഇതേ ഒരു ഒരുമിച്ച് ഇന്റർവ്യൂ കൊടുക്കാത്ത വിഷ്ണു കൊച്ചിക്കാരനുമാണ്. വെൽക്കം ടു ദി ഷോ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ആറാട്ടണ്ണൻ, അതല്ലാതെ ശരിക്ക് റിയൽ ലൈഫിൽ താങ്കൾ ആരാണ്? ഞാൻ എഞ്ചിനീയറാണ്, ഫിലോസഫറാണ്, ഞാൻ എപ്പോഴും എഴുതുന്ന റൈറ്ററാണ്, PhD സ്കോളറാണ്, JRF നെറ്റ് JRF ഗേറ്റ് ഉണ്ട്, പിന്നെ IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയതാണ്, പോകാൻ പറ്റിയില്ല. പിന്നെ മാത്സ് പ്രോഡിജിയാണ്, ആക്ടറാണ്, ആങ്കറാണ്, മൂവി റിവ്യൂറാണ്. ഇതൊന്നും അല്ലാത്തത്, ഇതെല്ലാം നമ്മൾ പല ഇന്റർവ്യൂസിലൊക്കെ കാണുന്നല്ലേ, ഇതൊന്നും അല്ലാത്ത സന്തോഷ് വർക്കി ആരാണ്? ഇതൊന്നും അല്ലാതെ ഒരു പച്ചയായ മനുഷ്യനാണ്. ശരിക്ക് വിഷ്ണു കൊച്ചിക്കാരനോട് ചോദിക്കുകയാണ്, ശരിക്ക് ആരാണ് വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറയുന്നത്? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, സിനിമയിലെ ആക്ടറാണ്, പിന്നെ നാടകത്തിലുണ്ട്. അങ്ങനെ 3 പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും നമ്മൾ ഒരു 10-40 സിനിമകളും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ രാത്രി ഓട്ടോ ഓടിക്കും, പകൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകും. അങ്ങനെയാണ് ഇന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, അതായത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ശരിക്കും നിങ്ങളുടെ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത്? അലൻ ജോസ് പെരേരയിലൂടെ. അലൻ ജോസ് പെരേര എങ്ങനെയാണ്? അലൻ ജോസ് വിഷ്ണുവിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ? ഞങ്ങൾ രണ്ടുപേരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്നവരാ, അലൻ ജോസ് പെരേരയും ഞാനും കൂടി. അങ്ങനെയാണ് ഇവൻ വളരെ പാഷനുള്ള ആൾക്കാരാണ്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ.
ഞാൻ അപ്പോൾ ഇവൻ ഇതേപോലെ വനിതാ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞടാ വനിതാ തിയേറ്ററിലേക്ക് വാ, നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ട് ആരും നമ്മളെ തിരിച്ചറിയണില്ല, നമുക്ക് ഈ വനിതാ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ 10 പേര് തിരിച്ചറിയും. അപ്പോൾ അവനെക്കാട്ടും കൂടുതൽ സിനിമകളിൽ ഫസ്റ്റ് നിറ സിനിമ മുതൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഈ ആക്ടിംഗ് ലാബിൽ പോയി പഠിച്ചിറങ്ങി. എന്നിട്ട് നമ്മളൊന്നും ആവണില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവൻ്റെ കൂടെ ഇങ്ങനെ വനിതാ തിയേറ്ററിൽ പോയി അവൻ്റെ കൂടെ നിന്ന് ഓരോ വീഡിയോസിനൊക്കെ നമ്മൾ നിന്ന് കൊടുത്ത്. കാരണം എന്ന് വെച്ചാൽ സിനിമക്കാർ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ഒരു ചാൻസ് ചോദിക്കുമ്പോൾ നമ്മളെ പല സ്ഥലത്തുനിന്നും ആട്ടി ഓടിക്കുന്ന സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അവരുടെ ഈ ആട്ടി ഓടിക്കലും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ നിൽക്കാമെന്ന് തോന്നി. പക്ഷേ ഇവൻ്റെ കൂടെ നിന്നപ്പോൾ 10 പേര് തിരിച്ചറിയാൻ തുടങ്ങി, ആൾക്കാർ സെൽഫി എടുക്കാൻ തുടങ്ങി, നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി, പിന്നെ പ്രോഗ്രാംസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ സിനിമയിലല്ലെങ്കിലും ഞങ്ങൾ 10 പേര് തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു. പെന്നായാലും അലിൻ ജോസ് പെരേരനായാലും ഒരുപാട് സിനിമാക്കാർ ആട്ടി ഓടിച്ചിട്ടുണ്ട്. ഒരു പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ശരിക്കും ഇവരുടെ എല്ലാവരും ഒരു ഫെയിമിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആറാട്ടണ്ണനാണല്ലേ? തുടക്കം കുറിച്ച് ഞാനാണ്, പക്ഷെ അറിയാതെ തുടക്കം കുറിച്ചാണ്. ഈ ഒരു മൂവി അറിയാതെ സംഭവിച്ചാണ്. പെരേര പ്ലാൻ ചെയ്ത ആളാണ്. അതായത് ഇവർ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു നിങ്ങളുടെ കൂടെ നടന്നിട്ട് ഫേമസ് ആവണമെന്നുള്ളത്. അപ്പോൾ ഇവരെ ഒരു നിങ്ങൾ ഉച്ച വരെ പെരേരുടെ ഒപ്പം, ഉച്ച കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഷിഫ്റ്റ് വെച്ചിട്ടാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, അതായത് ഇപ്പോൾ ഈ വിഷ്ണു കൊച്ചിക്കാരനും അതുപോലെ പെരേരയും നിങ്ങളുടെ അടുത്ത് എല്ലാവരും പ്ലാൻഡ് ആണ്. കിംബോയ് എല്ലാവരും പ്ലാൻഡ് ആണ്. അത് നിങ്ങളുടെ അടുത്ത് എത്തുന്ന സമയത്ത് ഇവരെല്ലാവരും ഫെയിം ആഗ്രഹിച്ചിട്ടാണ് എത്തിയതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ? ഫ്രണ്ട്സായിട്ട് ഞാൻ കണക്കാക്കി. നമ്മളെല്ലാവരും പ്രൊമോട്ടാ ചെയ്ത. പെരേര പുതിയ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാറില്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ. അപ്പോൾ ശരിക്കും വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു ശരിക്കും ചെറുപ്പം ഞാൻ തൊട്ടുള്ള? ജനിച്ചത് പാലക്കാടാണ്. എൻ്റെ ഫാദർ അവിടെയായിരുന്നു വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു 8 വയസ്സിലായപ്പോൾ എറണാകുളത്തേക്ക് വന്നു. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പിന്നെ അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്തു ഫിലോസഫിയിൽ. പിന്നെ ഇപ്പോൾ PhD ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് കമ്പനി തുടങ്ങി. ഒരു 8 ബുക്ക് എഴുതി, 2 ബുക്ക് പബ്ലിഷ് ചെയ്തു. വളരെയേറെ ചെറുതായിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു? സ്കൂൾ കാലഘട്ടം? അല്ല, അന്നൊരു ഭയങ്കര ക്രിക്കറ്റ് ലവറായിരുന്നു. എന്നെ പഠിക്കുന്ന ആളായിരുന്നു. മാത്സിലൊരു ഭയങ്കര ജീനിയസ് ആയിരുന്നു. ക്രിക്കറ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ എല്ലാം കണ്ണിലുണ്ണി ആയിരുന്നു, ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെ പഠിക്കാനും ഭയങ്കര മിടുക്കനായിരുന്നു. നിങ്ങളോ പഠിക്കേണ്ട സമയത്ത്? ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടില്ല, ഉള്ള കാര്യം പറയല്ല. ഞാൻ സിനിമയുടെ പുറകെ നടക്കണമായിരുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പഠിക്കാൻ ചേർന്നത് മറ്റേ ഈ സിനിമ, ഇത് നമുക്ക് പെട്ടെന്ന് അഭിനയം എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ആക്ടിംഗ് ലാബ് എന്നൊരു സംഭവമുണ്ട്. അവിടെ പോയി അവിടെ നിന്ന് പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. എന്നിട്ട് നമ്മളെ സിനിമാക്കാർ അങ്ങോട്ട് കൈപിടിച്ച് കയറ്റുന്നില്ല. എന്തൊക്കെയായാലും ഇവരുടെ കൂടെ നിന്നുകൊണ്ടാണ് 10 പേര് അറിയുന്നത്. സിനിമാക്കാർ ഒരുപാട് സിനിമാക്കാർ എന്നെ അറിയാം, പേഴ്സണലി അറിയാം. ഞാൻ അവരുടെ സിനിമയിൽ ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ വണ്ടി ഓടിക്കാൻ അവരുടെ കൂടെയൊക്കെ ഒരുപാട് സിനിമാക്കാരുടെ ഡ്രൈവറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇത് ഇൻ്റർവ്യൂ കാണുമ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റും എന്നെ. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാര്യം അവരൊക്കെ സിനിമ തുടങ്ങുമ്പോൾ വിളിക്കാട്ട വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെ നിർത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു പുറത്താക്കലായിരുന്നു. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലേക്ക് കയറണമല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് അവരുടെ കൂടെ നിന്നാണ്. ഓക്കെ. സന്തോഷ് വർക്കിയുടെ ഫാമിലിയെ കുറിച്ച് പറയാമോ? ഒരു ഫാദർ മരിച്ചുപോയി, 3 വർഷമായി. പുള്ളി ഒരു കാർബോണിലെ പ്ലാൻ മാനേജറായിരുന്നു. ബേസിക്കലി പുള്ളി എഞ്ചിനീയറാണ്. മദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജിയില്ല. 2 സിസ്റ്റേഴ്സ് ഉണ്ട്. 3 സിസ്റ്റർ US ഡോക്ടറാണ്. പുള്ളിക്കാരത്തെ ഹസ്ബൻഡ് അവിടെ സയൻറ്റിസ്റ്റാണ്. മകൾ മെഡിസിൻ പഠിക്കുന്നു. 2ാമത്തെ ആൾ ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു MNCയിൽ വൈസ് പ്രസിഡൻ്റാണ്. മോൻ IIT ഡൽഹി ആയിട്ട് പഠിക്കുന്നു. 3ാമത്തെ ആളാണ് ഞാൻ 2ാം സിസ്റ്ററിന് 10 years ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അച്ഛനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നില്ലേ? 2 പേരുണ്ട്. അപ്പോൾ അതിൽ അച്ഛൻ്റെ കൂടെ ഏറ്റവും ഒരു എന്താ പറയുക എന്നും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് എന്താ? കുറേ ഉണ്ട്. എന്നെക്കാട്ടും വളരെ ഗ്രേറ്റ് പേഴ്സൺ ആയിരുന്നു. വളരെയധികം എല്ലാവരും റെസ്പെക്ട് ചെയ്ത പേഴ്സൺ ആയിരുന്നു. ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഞാൻ പുള്ളി മുമ്പിലൊന്നുമല്ല. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എനിവേ വളരെയധികം മിസ് ചെയ്യുന്നു. ഇനി എനിക്കൊരു എന്തെങ്കിലും ഞാൻ ഫിലോസഫിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാം എനിക്കറിയില്ല. ആഫ്റ്റർ മൈ ഡെത്ത് എനിക്ക് പുള്ളിയെ ഫാറിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അച്ഛനിൽ നിന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഭയങ്കര ജീനിയസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അച്ഛനിൽ നിന്നും വല്ല ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇൻസ്പിറേഷനോ? പുള്ളി ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. എനിക്ക് കിട്ടിയത് മനുഷ്യത്വം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പുള്ളി വളരെ വയസ്സായിരുന്നു, ബുദ്ധിമാനായിരുന്നു, കഴിവുള്ള ആളായിരുന്നു, നല്ല മനസ്സായിരുന്നു, ബോധം ഉണ്ടായിരുന്നു. അങ്ങനെ പലരുടെ കോമ്പിനേഷനായിരുന്നു. ഒരുപാട് പേർക്ക് ജീവൻ ഉണ്ടാക്കി കൊടുത്ത ആളാണ്.
എല്ലാം കൊണ്ട് ഗ്രേറ്റ് പേഴ്സണാണ്, ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളായിരുന്നു. ഞാൻ പുള്ളിയുടെ മുമ്പിലൊന്നുമല്ല. ഇപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് അതിപ്പോൾ നിങ്ങൾ ഫേമസ് ആയി, അപ്പോൾ നിങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഭാവിയിൽ എനിക്ക് വലിയൊരാളാവണം, ഭയങ്കര ഫേമസ് ആവണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ? ഞാൻ ക്രിക്കറ്റ് ഭ്രാന്തനായ ടെണ്ടുൽക്കറിനെ പോലെ ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ക്രിക്കറ്റർ ആവണം ഭയങ്കര ആഗ്രഹം. പക്ഷേ ക്രിക്കറ്റർ ആയില്ലെങ്കിലും നല്ലൊരു റിവ്യൂവർ ആയിട്ടുണ്ട്. ഇതറിയാതായതാണ്. ഞാൻ 12th കഴിഞ്ഞ മൂവീസ് കാണാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ശരിക്കും വഴി തെറ്റി വന്ന സംഭവമാണല്ലേ ഈ ഒരു? അത് അറിയാൻ വന്നതാണ്, പ്ലാൻഡ് അല്ല, അറിയാതെ സംഭവിച്ചാണ്. ഓക്കെ, അതായത് ചെറുപ്പം മുതലേ മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ പറഞ്ഞ. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോൾ ആറാട്ട് മൂവിയിലൂടെ ആണല്ലോ ശരിക്കും നിങ്ങൾ വൈറലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൂവി നിങ്ങൾ വൈറലായതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്നുള്ള ചേഞ്ചസ് എന്തൊക്കെയാ? ലൈഫിലുള്ള ചേഞ്ചോ? വേറെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ചില ആൾക്കാർ കളിയാക്കും, ചില ആൾക്കാർ നല്ല രീതിയിൽ പറയും. ഫെയിം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം ഒരുപാട് വേദനിച്ചിട്ടുമുണ്ട്. ഒരുപാട് വേദനിപ്പിച്ച് നമ്മളിപ്പോൾ കമൻസിലെല്ലാം മരിച്ചു പോയ ഫാറിനെ കുറിച്ചെല്ലാം എഴുതുമ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞില്ല വിഷമമായി എന്നൊക്കെ. അതിൽ മെയിൻലി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോൾസ്, നെഗറ്റീവ് കമൻസ് ഒക്കെ ആയിരിക്കുമല്ലോ വിഷമം. അപ്പോൾ ഞാൻ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ്. ഞാൻ ആരാണ് പലർക്കും അറിയില്ല, എല്ലാവരും ഒരു കോമാളിയായിട്ട് കണക്കാക്കും. അത് കുറേ ഓൺലൈൻ മീഡിയ അങ്ങനെ കാണിച്ചതാണ്. ഓക്കെ, ഈ ഒരു നെഗറ്റീവ് കമൻസിനൊക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്? നെഗറ്റീവ് കമൻസ് നേരിടാൻ ഞാൻ എന്നെക്കാളും എടുക്കാൻ പെരേരയാണ്. പുള്ളി കമൻസ് മുഴുവൻ വായിക്കും, പുള്ളി ഒന്നും ബാധിക്കില്ല. ഭയങ്കര തൊലിക്കെട്ടിയാണ്, അത്രയും തൊലിക്കെട്ടി എനിക്കില്ല. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ പെരേരെ പോയി? എനിക്ക് ആദ്യകാലത്തിൽ കുറേ ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പം അത്ര ഫീലിംഗ് ഇല്ല. ഇത് വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രോൾ പേജ് നിങ്ങളെ കുറിച്ചൊരു ട്രോൾ വീഡിയോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രോൾ വീഡിയോ ആക്ച്വലി ഷെയർ ചെയ്യോ, അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇട്ട് ഷെയർ ചെയ്യോ, അല്ലെങ്കിൽ നൈസായിട്ട് അതിനൊന്നും പറയാണ്ട് പ്രതികരിക്കാതെ ആ ഒരു ട്രോൾ വീഡിയോ, അപ്പോൾ ഒരു ട്രോൾ പേജ് നിങ്ങളെ കുറിച്ചൊരു ട്രോൾ വീഡിയോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ അത് നൈസായിട്ട് ചിലർ ഞാൻ ട്രോൾ എൻജോയ് ചെയ്യാറുണ്ട്, എൻ്റെ ട്രോൾ പോലും എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ചില പെൺകുട്ടികൾ ട്രോൾ മാത്രമേ കാണുന്നുള്ളൂ, അങ്ങനെ അവർക്കൊരു കോമാളിയായിട്ട് എന്നെ തോന്നിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ട്രോള് നല്ല ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്, എല്ലാവർക്കും പറ്റില്ല, അത് നല്ലത് തന്നെ. പക്ഷെ അത് മാത്രം കാണുന്ന ആൾക്കാർക്ക് പ്രശ്നം വരും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളൊരു മൂവിക്ക് റേറ്റിംഗ് കൊടുക്കുകയാണ്, അപ്പോൾ ഒരു 5-ൽ ഒരു ഒറ്റൊന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹീറോ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് എങ്ങനെ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ വെച്ചിട്ട് എങ്ങനെയായിരിക്കും റിപ്ലൈ കൊടുക്കുക? എങ്ങനെ പെരുമാറും? എഡ്യൂക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പോൾ എങ്ങനെ പറയുമോ? എങ്ങനെ? എന്നോട് ഒരിക്കൽ ടോവിനോ ചോദിച്ചതാണ്. ഞാൻ ടോവിനോ വലിയ ആക്ടർ അല്ല ഒരിക്കൽ പറഞ്ഞപ്പോൾ, പുള്ളി എന്നെ നേരിട്ട് കണ്ടപ്പോൾ, നീല വെളിച്ച സമയത്ത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചു. ഞാൻ സോറി പറഞ്ഞു പുള്ളിയോട്. പുള്ളി എന്നെ ക്ഷമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ആക്ടറിനെ പറ്റി അങ്ങനെ പറയാറുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ ഏറ്റവും വലിയ ഗേ ആക്ടർ തോന്നി അതാണ്. അല്ല, വേറെ ആക്ടറിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വളരെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇപ്പോ ടോബിനോ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞില്ലേ? മെസ്സേജ് അയച്ചല്ല, നീല വെളിച്ചത്തിന് എന്നെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ വലിയ നടനല്ല. അപ്പോൾ ടോബിനോന്റെ അടുത്ത് എങ്ങനെയായിരുന്നു അപ്പോൾ റിപ്ലൈ കൊടുത്തേ? ടോബിനോ അങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞു. സോറി പറഞ്ഞില്ലേ? ഞാൻ സോറി പറഞ്ഞു. അതായത് ഇപ്പോൾ ഫിലോസഫിയെ കുറിച്ച് 8ഓളം ബുക്കുകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം അധികം ഫിലോസഫി ആണല്ലോ ബുക്ക് എഴുതിയിട്ടുള്ളത്. എന്തു പറ്റി അങ്ങനത്തെ ഫിലോസഫി ബുക്കിൽ നിന്നും പിന്നീട് ലാലേട്ടൻ്റെ പോലുള്ള ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, എന്തു പറ്റി ആളുകൾക്ക് അങ്ങനത്തെ ബുക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയുന്നത് കൊണ്ടാണോ അത് ട്രാക്ക് മാറ്റിയത്? അതിൻ്റെ മോഹൻലാൽ ബുക്ക് ചെയ്തതോ? ഞാൻ ആദ്യം എഴുതിയത് മോഹൻലാൽ ബുക്കാണ്, അത് കഴിഞ്ഞിട്ടാണ് ഫിലോസഫി കോച്ചിൽ എഴുതിയത്. ഒരു 800 കോഴ്സ് തന്നെ ഫിലോസഫിയുടെ ബുക്ക് എഴുതി. ലാലേട്ടനെ വെച്ച് ആദ്യം ബുക്ക് എഴുതിയ ഞാൻ പുള്ളി കൊണ്ട് കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തതാണ്. 4-5 തവണ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ബുക്ക് ലാലേട്ടന് കൊടുത്തു എന്നുള്ളത് കേട്ടിട്ടില്ല. അല്ല, പുള്ളി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. പുള്ളി ഞാൻ ആ ബുക്ക് കോപ്പി അടിച്ചാണ് പറഞ്ഞത്, എനിക്ക് വളരെ ഫീൽ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആമസോണിൽ ആ ബുക്കിൻ്റെ താഴെ പുള്ളി നല്ല കമൻറ്റ് ചെയ്തു. മോഹൻലാൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്ക് പുള്ളിയെ ചുറ്റുള്ള ആൾക്കാരാണ് പലരും പറഞ്ഞത് ഇങ്ങനെ ഇതേ. അല്ല, എനിക്ക് പുള്ളിയുടെ ദേഷ്യം ഒന്നും അല്ല. ഇപ്പോൾ ഞാൻ ബുക്ക് കാണിച്ചപ്പോൾ പുള്ളി എന്തോ ഒരു വേറെ ആയിരുന്നു ചുറ്റുള്ള ആൾക്കാർ പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞു ഇത് കോപ്പി അടിച്ചാൽ പറഞ്ഞത്, അതുകൊണ്ട് ഫീൽ ചെയ്തു വന്നത്. മോഹൻലാലിനെ നേരിട്ട് കണ്ട സമയത്താണോ ഇത് പറഞ്ഞത്? നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ലാലേട്ടൻ ഞാനിത് എന്താ കോപ്പി അടിച്ചാണ് പറഞ്ഞു. അപ്പോൾ ലാലേട്ടനോട് പറഞ്ഞോ? അല്ല ലാലേട്ടൻ ഞാനിത് ഫീൽ ചെയ്തു, വളരെ വിഷമം തോന്നി ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്രയും ആളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ബുക്ക് എഴുതിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് ഇൻസൾട്ട് ആയിരുന്നു അല്ലേ? അപ്പോൾ അത് വിഷമമായി പറഞ്ഞുണ്ട് ലാലേട്ടൻ്റെ അടുത്ത്? പറഞ്ഞില്ല, അന്ന് വളരെ വിഷമം തോന്നി. ലാലേട്ടൻ സ്വഭാവം പറഞ്ഞാൽ പുള്ളി ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ പുള്ളി മനസ്സിൽ വെച്ച് നടക്കും. പിന്നെ മമ്മൂക്ക് അങ്ങനെയല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചൂടാവും. ലാലേട്ടൻ മനസ്സിൽ വെച്ച് നടക്കും.
ശരിക്കും മമ്മൂട്ടിയാണോ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലാലേട്ടൻ തെറ്റിദ്ധരിച്ചാണ്. ശരിക്കും ലാലേട്ടനെയാണോ ശരിക്കും മമ്മൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം? പ്രൊഫഷണലി ലാലേട്ടനാണ്, പേഴ്സണലി മമ്മൂട്ടിയാണ്. ആക്ടിങ്ങിന്റെ കാര്യത്തില് ആക്ടിങ് മാത്രമല്ല, ഡെഡിക്കേഷനെല്ലാം മോഡൽ തന്നെയാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് നോക്കിയാൽ മമ്മൂട്ടിയാണ് കൂടുതൽ. കുറച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് ലാലേട്ടന്റെ കേസ് പറഞ്ഞോണ്ട്, ലാലേട്ടനാണല്ലോ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ബിഗ് ബോസിലോട്ട് വിളി വന്നിട്ടുണ്ടോ? എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, പലപ്പോഴും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ തവണ കയറാൻ ചാൻസ് പെരേരയാണ്. ഇനി വിളിക്കുകയാണെങ്കിൽ പോവോ ബിഗ് ബോസ്? എനിക്കത് വളരെ നെഗറ്റീവ് പ്രോഗ്രാമായിട്ട് തോന്നി. ഞാൻ ബിഗ് ബോസ് കാണാറില്ല, എനിക്ക് അത്ര താല്പര്യമുള്ള പ്രോഗ്രാമല്ല. അപ്പോ വിളിച്ചാലും പോവാൻ വലിയ എനിക്കിപ്പോൾ താല്പര്യം? ഡോക്ടറേറ്റ് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. വിളിച്ചാലും ഞാൻ പോലും, പിന്നെ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. എനിക്ക് താല്പര്യമില്ല. അപ്പൊ പെരേര പോകുന്നതിനെ കുറിച്ച് പെരേര പോകാൻ സാധ്യതയുണ്ട്. പെരേര അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പോകണം എന്നുള്ളത്. വിഷ്ണു കൊച്ചിക്കാരൻ ബിഗ് ബോസിൽ വിളി വന്നാൽ പോവോ? എനിക്ക് സിനിമയാണ് ഞാൻ നോക്കണത്. ബിഗ് ബോസ് വിളിച്ചാൽ പോവും. ഞാൻ പോകാൻ സാധ്യത കുറവാ. ഓക്കെ. അതായത് നിങ്ങളുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, എങ്ങനെ ഹാപ്പി ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം അത് നയിക്കാം. ശരിക്കും അതിന് ഒരു ബുക്ക് വിറ്റുപോകാൻ വേണ്ടി അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്താൽ ശരിക്കും അത് ലൈഫ് ഫിലോസഫിയെ കുറിച്ചൊരു ബുക്കായി, ഒരു 800 കോഴ്സിൽ ബുക്കായി, സ്വന്തമായിട്ട് എഴുതിയതാണ്. അന്ന് ആ ബുക്ക് അത് വിറ്റുപോയില്ല. അപ്പം അന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് മസാലയാണ്. അങ്ങനെയാണ് കുറേ മസാല വീഡിയോസെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ ഇട്ടത്. അങ്ങനെയാണ് ഒരു കേസെല്ലാം വന്ന് ആകെ പ്രശ്നമായിരിക്കാം. ഞാൻ ചോദിച്ചതല്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഹാപ്പി ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ലൈഫിനെ നയിക്കാന്ന് ബുക്ക്. അപ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ സൂയിസൈഡ് ടെൻഡൻസിയുടെ ഒരു വീഡിയോ ഇട്ടുള്ള കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ ആ ക്യാപ്ഷനാണ് ശരിക്കും ആ ബുക്കിനെ കുറിച്ചുള്ള അല്ല, അത് വേറൊരു ക്യാപ്ഷനാണ്. എന്തുകൊണ്ട് ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കിക്കൂടാ. ശരി, കുറച്ച് സ്റ്റോയിക്കാണ് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ല. മൈൻഡ് കൺട്രോളിലല്ല. എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ല. ശരിക്കും ആരുടെ കയ്യിലാണ് കൺട്രോൾ? നിങ്ങളുടെ? അത് ഞാൻ വളരെ സെൻസിറ്റീവാണ്. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഹേർട്ടാവും. സെൻസിറ്റീവാണ് ഭയങ്കര. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടർ ആണോ ശരിക്കും? പൊട്ടിത്തെറിക്കല്ല, ഭയങ്കര സെൻസിറ്റീവാണ്. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ മുടോട്ടോ. അങ്ങനെയല്ല വലുതായിട്ട് ചെയ്തിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സെൻസിറ്റീവ് ആണെന്ന് നിങ്ങളൊപ്പം എല്ലാവർക്കും അറിയോ നിങ്ങളുടെ ഒരു ക്യാരക്ടർ? ഒരു സെലിബ്രിറ്റി ആവുമ്പോൾ നല്ല തൊലിക്കെട്ടി വേണം. ആ തൊലിക്കെട്ടി എനിക്കില്ല. തൊലിക്കെട്ടില്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. പലപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിയാക്ട് ചെയ്യേണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? അയ്യോ എനിക്കിത് വേണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ വിട്ടു ആകെ മൂടോട്ടോ. പക്ഷെ എന്തിനായിരിക്കും ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിലർ മണപ്പൂരം തന്നെയായിരിക്കും. ചില ആൾക്കാർ, മലയാളികൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക. അത് നടന്നുണ്ട്. അപ്പോൾ അതായത് ഞാൻ പെർഫെക്റ്റ് ആണ്, മറ്റുള്ളവർ എന്നെ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളെ ഇപ്പോഴത്തെ 2K കിഡ്സ് ആയാലും അവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജനറേഷൻ അങ്ങനെയല്ല. ഞങ്ങളെല്ലാം സിനിമ കണ്ടും ക്രിക്കറ്റ് കണ്ടൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ വളരെ നെഗറ്റീവാണ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. ഞാൻ കണ്ടു ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, 2K കിഡ്സിന് അവർക്ക് എന്താ മാന്യതയില്ല, അവർ ചെയ്യുന്നത് മൊത്തം മോശമാണെന്ന രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ 2K കിഡ്സിനെ കുറിച്ചിട്ട്. 2K കിഡ്സ് അതേ പോസിറ്റീവ് ഉണ്ട്, അവർക്ക് നെഗറ്റീവിനൊപ്പം തന്നെ പോസിറ്റീവ് ഉണ്ട്. അപ്പൊ ഈ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് 2K കിഡ്സ് ആരെങ്കിലും നിങ്ങളെടുത്ത് വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇപ്പോൾ ലുലുമാൾ ചിലപ്പോൾ ഈ 2K കിഡ്സിൽ നിരന്തരമായിട്ട് കളിയാക്കാറുണ്ട്. അപ്പൊ ഈ 2K കിഡ്സിൽ മാത്രമാണോ ഇങ്ങനെ മോശം പിള്ളേരുണ്ടെന്ന് പറഞ്ഞത്? അവർക്കും ഗുണങ്ങളുണ്ട്. അവര് വളരെ പ്രാക്ടിക്കലാണ്, നമ്മളെ കാട്ടും പ്രാക്ടിക്കലാണ്. എല്ലാവരും അല്ല, കുറച്ച് കുട്ടികളൊന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തില്ലായിരുന്നു. ചിലരോട് എടുക്കാം. പക്ഷെ അവർ ഫോട്ടോ എടുക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ഊക്കുകയും ചെയ്യും, കളിയാക്കുകയും ചെയ്യും. ഫോട്ടോ എടുക്കുകയും ചെയ്യും, അതുകൊണ്ട് നമ്മൾ കളിയാക്കുകയും ചെയ്യും. അറിയാൻ പറ്റാറുണ്ടോ? അതായത് നിങ്ങളെ കളിയാക്കുകയാണ് അവര്? നമുക്ക് അറിയാൻ പറ്റും. ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യാം, അവർ കളിയാക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഈ കോമാളിയാവാൻ നിന്ന് കൊടുക്കുന്നത്? അല്ലെ, നമുക്ക് താല്പര്യമില്ല. പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും പറഞ്ഞിട്ട് അടി ഉൾക്കൊണ്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് പറഞ്ഞൂടെ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത്? ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ കളിയാക്കാണെങ്കിൽ താല്പര്യം. പക്ഷെ നമ്മളത് റിജക്ട് ചെയ്താൽ അവർ റിയാക്ട് ചെയ്യാണ്. കാരണം പല പിള്ളേരും ഡ്രഗ്സിൽ ഉപയോഗിക്കുന്നതുകൊണ്ട്. ഞാൻ ഒരിക്കൽ ലുലുമാളിൽ ഒരു ഫൈറ്റ് ഒരാളെ അടിക്കുകയും ചെയ്യണ്ടായി. നമ്മളങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടിക്കാനുള്ള വയലൻ്റ് ആവുക. പെരേര അടുത്ത് കുറേ പേര് അങ്ങനെ പോയിട്ടുണ്ട്. പെരേര സെൽഫി എടുക്കാണ്ട് മാറുമ്പോൾ അങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തുടക്കം തൊട്ടേ അങ്ങനെ നിന്ന് കൊടുത്തതുകൊണ്ടായിരിക്കില്ലേ ആള് ഇങ്ങനെ വീണ്ടും നിങ്ങളെ അപ്രോച്ച് ഈ അണ്ണൻ്റെ അടുത്തായാലും പെരേരുടെ അടുത്തായാലും ഇങ്ങനെ 2K കിഡ്സ് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്തൊന്നും കാണിക്കില്ല. ഞാൻ ആ ഒരു മൂഡിയിലല്ല നിൽക്കുന്നത്. ഇവരുടെ പൊട്ടം കളിച്ച് നിൽക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഫോറം മാളിൽ വെച്ച് പെരേരുടെ ബാക്ക് സൈഡിൽ ഒരു പയ്യൻ വന്ന് തോണ്ടി. പെരേര സ്റ്റെപ്പ് കയറി ആ ബാക്കിൽ വന്നിട്ട് ഒരു പയ്യൻ, 3 കുട്ടികൾ വന്നിട്ട് പെരേരുടെ ബാക്കിൽ വന്ന് ഇങ്ങനെ തോണ്ടി കഴിഞ്ഞപ്പോൾ പെരേര ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ അവൻ എൻ്റെ ബാക്കിൽ തോണ്ടിയിടാന്ന് പറഞ്ഞു. കാര്യം പെരേര ഇങ്ങനെ നടക്കുള്ളൂ, താറാവ് നടക്കണമല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ 3 പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് നാണയില്ലടാ ചെയ്യാനായിട്ടെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, താൻ ആരാണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, നീ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നാ?
അവൻ്റെ അടുത്തേക്കല്ലേ ചെന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ബാക്കിൽ തോണ്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവന്മാരെന്ത് ചെയ്ത് താനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയറി ഈ ഷർട്ടിൽ കയറി പിടിച്ച്. അപ്പോൾ ഞാനും കയറി പിടിച്ച്. അങ്ങനെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15ഓളം പിള്ളേർ വന്നിട്ട് ഇവന്മാരെ കൂട്ടുകാരെ അപ്പുറത്തേക്കാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. എല്ലാം കൂടി എന്നെ മതിലിൽ ചേർത്ത് നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ പെരേര ഓടി രക്ഷപ്പെട്ട്. പെരേര ഓട്ടമാണ്. പെരേരക്ക് ഇതുവരെ അടി കൊണ്ടിട്ടില്ല. ഇവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടി കിട്ടിയത് ഓടില്ലേ അതേപോലെ പുള്ളിയുടെ ഓട്ടം ഇതുവരെ അടി കൊണ്ടിട്ടില്ല. എന്നെ ഒരിക്കൽ അറ്റാക്ക് വന്നപ്പോൾ പുള്ളി ഓടി. അത് പെരേര സംഭവം അടി പേടിച്ച് ഓടുന്ന കൂട്ടത്തിലാണ്. കൊള്ളില്ല. പക്ഷെ അടി മേടിച്ചു തരുമോ പെരേര? കൂടെ ഉള്ളവർക്ക് അടി മേടിച്ചു തരും. കൂടെ ഉള്ളവർക്ക് കിട്ടുന്ന എനിക്കാണ്. പക്ഷെ എന്റെ അടുത്ത് പറയെങ്കിലും ഞാൻ ഇതുവരെ ആരെയും ഇടിക്കുന്ന കണ്ടിട്ടില്ല. ആരെങ്കിലും വന്നതിനെ ഓടി രക്ഷപ്പെട്ട ഞാൻ കാണുന്നു. അതായത് സംഭവം എല്ലാ പ്രശ്നവും പെരേര ഉണ്ടാക്കും, എന്നിട്ട് അതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. ആറാട്ടെണ്ണൂടെ പിന്നെ അങ്ങനെ പിള്ളേർ വന്നിട്ട് അങ്ങനെ പോഴം കളിക്കാറില്ല, ആ ഓവറായിട്ട് നിൽക്കാറില്ല. ജസ്റ്റ് ഈ ഫോട്ടോ എടുത്തിട്ട് മാറി നിന്ന് ചിരിക്കുള്ളൂ. അത് ഉള്ളു. ഈ പെരേര എന്ന് പറയുമ്പോ ചില പിള്ളേരൊന്നും ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പെരേര എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന, എല്ലാരെയും ഒരു കുട്ടികളിക്ക് നിന്ന് കൊടുക്കുന്ന റിയാക്ട്? അത് ഇവൻ ആദ്യം വന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതായത് വനിതാ തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ പാട്ടുപാടി ഡാൻസ് കളിച്ച് അങ്ങനെ കുറെ പൊട്ടം കളി കളിച്ചായിരുന്നു അതിന്റെ ഇടയിൽ. അത് അവൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആറാട്ടെണ്ണം എന്ന് പറയുമ്പോൾ റിവ്യൂ പറഞ്ഞ് വന്നതാ. എന്നാലും ഞാനും കോമാളിയാണ്. എനിക്കൊരു കോമാളി ഇമേജ് കാരണം മീഡിയ കോമാളിത്തം കാണിക്കും, എന്നെ വളച്ചൊടിക്കും മീഡിയക്കാരല്ല ട്രോളന്മാരെ നമ്മൾ കോമാളിയാക്കിയത്. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ അത്രയും നല്ലത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും ട്രോളർമാർ നിങ്ങളെ അല്ല ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് എല്ലാ കാര്യം പറയുന്നത്. പക്ഷെ അത് കോമഡിയാക്കി മാറ്റുകയാണ്. പെരേര അങ്ങനെയല്ല, മണപ്പൂരം ഇട്ട് കൊടുക്കുകയാണ്. പെരേര നിങ്ങൾ വിചാരിക്കുന്ന മണ്ടറൊന്നുമല്ല, എല്ലാം മണപ്പൂരം പ്ലാൻ ചെയ്ത് പറയുന്നതാണ് പെരേര. അതായത് പലരുടെ വിചാരം പെരേര മണ്ടറാണ്. ശരിക്കും അങ്ങനെയൊന്നല്ല. പുള്ളി ശരിക്കും ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കി. ഇന്നാളെ ഒരു ഇന്റർവ്യൂവിൽ ഫിറോസ് സാർ പറയണ്ടായി, ശരിക്കും ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കി. ചില പൊട്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, കുറച്ച് പൊട്ടത്തരമുണ്ട്, കുറച്ച് വക്രതയുണ്ട്, എല്ലാണ്ട് കോമ്പിനേഷനാണ്. ശരിക്കും പെരേര ശരിക്കും ഒരു കുറുക്കന്റെ ബുദ്ധിയുള്ള ഒരാളാണോ? ശരിക്കും കുറുക്കന്റെ ബുദ്ധിയുള്ള ഒരാളാണോ? പുള്ളി ഇപ്പൊ വൈറലായത് പ്ലാൻഡ് ആണ്. ഇപ്പൊ പുള്ളി റിവ്യൂവിന് വരാറില്ല. ഇപ്പൊ കല്യാണം ഇതാ അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് പോകണം. നമ്മളെ സിനിമാടൻ ദിലീപ് പോലെ ഒരാളാണ്. പുള്ളിയുടെ ഫേവറേറ്റ് ആക്ടറും ദിലീപാണ്. ദിലീപിനെ റോൾ മോഡൽ ആക്കിയിട്ടാണ് ആക്ച്വലി പുള്ളി ദിലീപിന്റെ റോൾ മോഡൽ. അതേപോലെ ദിലീപ് 2000 കഴിഞ്ഞപ്പോൾ ഈ IT വന്നപ്പോൾ ആൾക്കാർക്ക് ടെൻഷൻ വന്നപ്പോൾ ആൾക്കാർക്ക് കോമഡി അങ്ങനെയല്ല വളരെ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് പെരേര. ആക്ച്വലി ഈ അടി വാങ്ങുന്നതും എല്ലാം ഓക്കെ, എനിക്ക് പെരേരയുടെ ബുദ്ധി കാരണം പെരേരക്ക് അടി കൊള്ളാത്ത. കാരണം ആ പുള്ളിക്ക് മനസ്സിലായി അടി കിട്ടണം. അപ്പോൾ അടി കിട്ടാറാകുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിച്ചങ്ങോട്ടിട്ട് പുള്ളി അതല്ല. ഇപ്പൊ നമ്മൾ വീഡിയോസിലൊക്കെ കാണില്ലേ, അയ്യോ പാവം തോന്നി പലരും അയാളെ ഉപദ്രവിക്കുന്നതൊക്കെ കാണുമ്പോൾ അതും അയാൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാന്ന് തോന്നിയിട്ടുണ്ടോ? ഏതാ അവനാരും ഉപദ്രവിക്കുന്ന വീഡിയോ വന്നിട്ടില്ലല്ലോ. അങ്ങനെയല്ല, പെരേര ചിലപ്പോ ഈ പറഞ്ഞ പോലെ തെറി പറയാനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാള് അങ്ങനെ നീ പൈസ വാങ്ങി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് അത് പുള്ളി അടുത്ത വീഡിയോയിൽ പറഞ്ഞില്ല, വൈറലാവാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി ഇവര് പ്ലാൻഡ് ആണ്. പെരേരയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പെരേരയുടെ മിക്ക കാര്യം പ്ലാൻഡ് ആണ്. എന്റെ ഒന്നും പ്ലാൻഡ് അല്ല. ഞാൻ പറയട്ടെ, നമ്മളൊരു പ്രശ്നം ഇപ്പോഴുള്ള വീഡിയോസ് മിക്കതും ഒരുപാട് തല്ലു പിടിച്ചു കഴിഞ്ഞാല് ആ വീഡിയോ കാണുള്ള ആൾക്കാർ. അപ്പൊ അതിനകത്തേക്ക് എത്താൻ വേണ്ടിട്ട് കൂടുതൽ എത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ ഓരോ വീഡിയോസ് ഇടണം. മനസ്സിലാവും പ്ലാൻ ചെയ്ത് ഈ ഇന്റർവ്യൂവിനൊക്കെ വഴക്കുണ്ടാക്കുക പ്ലാൻ ചെയ്ത് ചെയ്യുന്ന എല്ലാം പ്ലാൻഡ് ആണ്. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു പ്ലാൻ ആണ്. ഇപ്പൊ എല്ലാ മീഡിയാസും ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ അണ്ണന്റെ കാര്യം പോലില്ല. ഈ കഴിഞ്ഞ ദിവസം തല്ലാൻ ഓടിച്ചിട്ട് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഒരു പയ്യൻ റോണി, ഒരു പയ്യൻ കണ്ടായിരുന്നു ആ വീഡിയോ. അവൻ ഓടുന്നത് ആ സമയത്ത് ഞാനുണ്ട്. ആ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ആ തല്ലാൻ ഓടിച്ചിട്ട പയ്യനും അഭിലാഷ് എന്ന് പറഞ്ഞൊരു അട്ടായം എന്നുള്ളൊരിട്ടുണ്ട്. അത് രണ്ടും കൂടി എന്നോട് പറഞ്ഞത്. കാര്യം ഞാൻ ഇവൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടുമെന്ന് അറിയാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ചേട്ടാ ഇതേപോലെ ഒരു സാധനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ചേട്ടൻ ഇതിൽ ഇടപെടരുതാന്ന് പറഞ്ഞു. മെയിനായിട്ട് എന്നോട് പറഞ്ഞാൽ ചേട്ടൻ ഇതിൽ ഇടപെടരുത്. അപ്പോൾ അഭിലാഷം ഉണ്ടല്ലോ കൂടെ. ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അത് പെരേരനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ മീഡിയക്കാർ കംപ്ലീറ്റ് ഉണ്ട്, ഞാൻ വൈറലാകട്ടെ എന്ന് വെച്ച്. അപ്പോൾ അഭിലാഷ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പെരേരയുടെ കൂടെയുള്ള. അപ്പോൾ അഭിലാഷ് പറഞ്ഞാൽ നീ ഇതിനകത്ത് നിൽക്കണ്ടേട്ടാ, ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ഉണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറയും. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മാറിയിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ചെല്ലുന്ന ഇവൻ. അപ്പം ഞാൻ പറഞ്ഞു പെരേര. അപ്പം അവൻ പറഞ്ഞു പെരേര വന്നിട്ട് ചേട്ടാ ഇടപെടല്ലേട്ടാ എന്ന് ചെല്ലുമ്പോഴാണ് ഇവൻ മീശ വിരിച്ച് പെരേര എന്താടാ വാടാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോഴേക്ക് ഇവൻ ഓടിച്ചെന്ന് പിന്നെ നടക്കണ അവിടെ ഒച്ചപ്പാടും ബഹളവും തെറി വരച്ചില്ല. പിറ്റേ ദിവസം അവൻ വന്നിട്ട് ഞങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ച്, ചേട്ടാ ഒന്ന് വൈറലാവാൻ വേണ്ടി ചെയ്താട്ടോ, ഒന്ന് തോന്നല്ലേ ചേട്ടാ. അവിടെ കഴിഞ്ഞ് പെരേരക്ക് കയ്യും കൊടുത്തവൻ.
അങ്ങാട് ഇങ്ങോട്ട് കൈ കൊടുത്ത് മച്ചാനെ കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമില്ലടാ വീഡിയോ വൈറലായി അതെന്താ 2 മില്യൺ കണ്ടോ കയറി. അപ്പൊ അതൊക്കെ കാണാനാണ് ആൾക്കാർക്ക് ആഗ്രഹം. നെഗറ്റിവിറ്റിയായിട്ട് സെല്ലാണ് കോമാളിത്രം, അല്ലെങ്കിൽ അഡൽട്ട് പറയാ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയാ, ഇതൊക്കെയാണ് ഏറ്റവും അങ്ങനെ ചില കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ട അതാണ്. ആൾക്കാർക്ക് വേണ്ടത് അതാണ്. ഓക്കെ, അപ്പൊ ഞാൻ വിഷ്ണു കുശിക്കാരനോട് ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ആറാട്ടൻ്റെയും പെരേരേനെയും തമ്മിലുള്ള ഒരു കണക്ഷൻ നിങ്ങളിലൂടെയാണെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും. ശരിക്കും ഇവരെ രണ്ടുപേരും നിങ്ങൾ കൊണ്ട് നടന്ന് ചീത്തയാക്കുകയാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ശരിക്കും ഞാൻ ചീത്തയാക്കണില്ല, കാര്യം ഓൾറെഡി ചീത്തയാണ്. ഇനി ചീത്ത ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ സിനിമ ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവരുടെ കൂടെ നിന്ന് എങ്ങനെയോ വന്ന് പെട്ട്, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ആദ്യം അണ്ണനായിട്ട് ഉടക്കായിരുന്നു ഞാൻ, ഉള്ള കാര്യം പറയല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അണ്ണനായിട്ട് ആ അണ്ണനായിട്ട് ആദ്യത്തെ വീഡിയോ ഞാൻ തല്ലു പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഫസ്റ്റ്. ആ തല്ലു പിടിക്കുന്ന വീഡിയോ 2 മില്യൺ ഞാൻ കണ്ടു കയറിയായിരുന്നു. അങ്ങനെ വൈറലായി. അത് കഴിഞ്ഞ് ഞാൻ വൈറലായി, അണ്ണനായിട്ട് തല്ലു പിടിച്ചപ്പോൾ വൈറലായി. പിറ്റേ ദിവസം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചായ കുടിച്ച് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇവരെ ചീത്തയാക്കണില്ല. ഇവർക്ക് പേഴ്സണലി ഇവർക്ക് ഇന്നത്തെ പ്രശ്നം വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഇവരെ മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. ഇവർക്കൊരു പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതെങ്ങനെ പോകാൻ അറിയില്ല, കാര്യം ഇവർക്ക് പേടിയാണ് പല സ്ഥലത്തും പോകാനായിട്ട്. അപ്പം ഞാനപ്പോൾ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ പ്രോഗ്രാംസ്, ബർത്ത്ഡേ വിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൈസ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇവർക്കറിയില്ല ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ഇപ്പം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് പോകാൻ ചെറിയൊരു പേടിയുണ്ട്. ഒരു കല്യാണ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പോകാൻ പേടിയുണ്ട്. അപ്പോൾ ആ ഒരു പേടി മാറ്റാനായിട്ടാണ് കൂടെ നിൽക്കണത് ഞാൻ. ഇപ്പോൾ അത്യാവശ്യം ഇവർക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അല്ലണ്ണ, ഇപ്പോൾ ബർത്ത്ഡേ വിഷ് ആയാലും അണ്ണനിപ്പോൾ എവിടെയും പോകണ്ട, വീട്ടിൽ ഇരുന്ന് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ 20,000 രൂപയോളം അണ്ണന് കിട്ടി. അപ്പൊ അങ്ങനത്തെ ഒരു നമ്പർ ഫേസ്ബുക്കിൽ ബുദ്ധിയുള്ള ഞാനിവരുടെ കൂടെ വന്നല്ല, വേറെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇവരോട് ഓരോത് പറഞ്ഞു കൊടുക്കണോണ്ടാണ് ഓരോ ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരെ എനിക്കും വേണം. കാര്യം എന്താ വെച്ചാൽ ഇവരെ ഈ അണ്ണന് പ്രോഗ്രാമിലേക്ക് പെരേരയുടെ കൂടെ നിൽക്കാം, പെരേരക്ക് പ്രോഗ്രാമിലേക്ക് അണ്ണൻ്റെ കൂടെ നിൽക്കാം. എനിക്കും അത്യാവശ്യം വട്ടച്ചെലവിൽ നടക്കും. കാരണം വെച്ചാൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണേണല്ലോ, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അങ്ങനെ സിനിമയിലും അങ്ങനെയൊക്കെ ഇട്ട പോണേണ്. അപ്പോൾ ഇവരുടെ കൂടെ പ്രോഗ്രാംസ് ചെയ്യണോണ്ട് അത്യാവശ്യം വൈറലും ആവാം. അങ്ങനത്തെ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ പോണേണ് ഞാൻ. രണ്ടുപേരും ഒരുപോലെ, അതായത് ഇവർ രണ്ടുപേരും തല്ലു പിടിച്ചാലും പിറ്റേ ദിവസം ഞാൻ വഴി കണക്റ്റ് ആവും. കാര്യം ഞാൻ പെരേരനെ എൻ്റെ വണ്ടി കയറ്റി അണ്ണൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. ഇവർ നേരിട്ടുണ്ട് ഒന്നും പറയില്ല, ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങാട് ഇങ്ങാട് കഴിയുമ്പോഴാണ് അടിക്കാൻ വന്നു അല്ല പുള്ളിയെ കുറിച്ച് ചില രഹസ്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ബിരിയാണി മേടിച്ചു കൊടുത്തില്ല അതിന് മുമ്പ്. ഇന്നലെയാണോ പെരേര 2 ദിവസം മുമ്പ് ആറാട്ടനെ തല്ലാൻ വന്നോ? അത് പുള്ളിയെ കുറിച്ചുള്ള തല്ലിയത് കണ്ട ചിരി വരും. പെണ്ണുങ്ങൾ അടിക്കണവരത് പോകേണ്ടത്. ഞാൻ പുള്ളിയെ കുറിച്ച് പറഞ്ഞ സത്യങ്ങളാണ്, പക്ഷെ പുള്ളിക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നു സത്യങ്ങൾ പറഞ്ഞിട്ട്? അത് പറയണ്ട, അത് പറയാൻ. അപ്പൊ ഹേർട്ട് ചെയ്തോ? പറഞ്ഞില്ലേ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ പറയുന്നത് സത്യങ്ങളാണ്, പക്ഷെ അത് അപ്രിയ സത്യങ്ങളാണ്. അത് കുറച്ച് ദിവസമായോ ഈ പ്രശ്നം നടന്നിട്ട് തല്ലാൻ വന്നത്? 4-5 ദിവസം മുമ്പോ. അപ്പൊ വല്ല വീഡിയോ ഇട്ടുണ്ടായിരുന്നോ പെരേരനെ? മീഡിയക്കാരുണ്ടായി. ഞാൻ അപ്പൊ മീഡിയക്കാരോട് പറഞ്ഞു എന്താണ് കാര്യമാണ്. ഞാൻ പറഞ്ഞു പോയി സത്യമാണ്, പക്ഷെ അപ്രിയ സത്യങ്ങളാണ്. പെരേരയെ കുറിച്ച് പലപ്പോഴും പെണ്ണ് കേസ്, പെണ്ണ് പിടിയാനാണ്, അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് മസാല ടൈപ്പ് കണ്ടന്റ് പറയാറുണ്ടല്ലോ. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെ വല്ലതും ഉണ്ട് പെരേര? ശരിക്കും അങ്ങനെയാണോ? അതോ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ആറാട്ടണ്ണൻ അങ്ങനെയൊന്നും പ്രശ്നമാണോ? അപ്രിയ സത്യങ്ങളാണ് പറയണ്ട. അത് ഉള്ളിൽ തോന്നാറുണ്ടോ ഞാൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ല, പുള്ളിക്ക് ഒരു അച്ചടക്കവും ഇല്ല. ആ പ്രശ്നമാണ്. ജീവിതത്തിൽ ഒരു അച്ചടക്കവും ഇല്ല, സാമ്പത്തിക അച്ചടക്കവും ഇല്ല. കാരണം ഇപ്പോൾ ഒരുപാട് കല്യാണ ഫംഗ്ഷനിൽ പോയി 36 കല്യാണ ഫംഗ്ഷൻ, പക്ഷെ അതൊന്നും പുള്ളി രൂപ അച്ചടക്കവും ഇല്ല എന്ന കുഴപ്പമാണ്. അതായത് പെരേര കാശെല്ലാം മുഴുവൻ ചെലവാക്കി കളയുക. ഒരു വീഡിയോയിൽ കണ്ടു പെരേരയ്ക്ക് സ്ത്രീകളെടുത്ത് പോകാൻ ക്യാഷ് ഉണ്ട്, ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരാൻ പൈസ ഇല്ല. അപ്പൊ ആക്ച്വലി ആറാട്ടണ്ണൻ പെരേരയുടെ അടുത്ത് പൈസ കടഞ്ഞോട്ട് ചോദിച്ചതാണ്. പെരേര എന്റെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്, തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല. എത്ര രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു? പുള്ളി തരാന്ന് പറയും, ഇത് തന്നിട്ടില്ല ഇതുവരെ. എന്തിനു വേണ്ടിയിട്ടാ ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ? എന്തിനു വേണ്ടി എങ്ങനെ പറയാ, വെറുതെ ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് അപ്രിയ സത്യങ്ങൾ പറയാനില്ല. അല്ല പറയൂ, നമുക്കറിയാലോ. അല്ല, ഇന്നാളെ ഞങ്ങളൊരു കൊല്ലത്തൊരു പ്രോഗ്രാമിന് പോയി. അപ്പൊ തിരിച്ചു വന്നപ്പോ പിടിക്കണ്ട അതല്ല, തിരിച്ചു വന്നപ്പോ ഞങ്ങൾ ക്യാൻസൽ ചെയ്തപ്പോ ഞാനാ പുള്ളിയുടെ കാശ് കൊടുത്തത്. അത് തിരിച്ചു തന്നിട്ടില്ല. എന്നാലും പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പെരേര ക്യാഷ് വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ മറ്റു സ്ത്രീകളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത്? പുള്ളിക്ക് ഭാവി കല്യാണം കഴിക്കണം അങ്ങനെ ഉണ്ടറിയാം. എനിക്ക് കല്യാണം കഴിക്കാനൊന്നുമില്ല. പുള്ളി കല്യാണം അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നെഗറ്റീവ് ആയിട്ട് മാറും. ശരിക്കും ഉണ്ടോ അങ്ങനെ? പെരേര പെണ്ണുപിടിയനാണോ ശരിക്കും? പെണ്ണിവിടൊന്നല്ല പുള്ളി താല്പര്യമുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഉള്ള താല്പര്യമുണ്ട്. സ്ത്രീ വിഷയത്തിൽ കുറച്ച് താല്പര്യമുള്ള ഒരാളായിരിക്കും അല്ലേ പെരേര? പുള്ളിക്കല്ല, പുള്ളി ഭക്ഷണത്തിൽ ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ 2 ബിരിയാണിക്കാണ് കഴിക്കുന്നത്,
രണ്ട് ബിരിയാണി കഴിച്ച് ശ്രദ്ധിക്കും, അങ്ങനെയൊക്കെ പുള്ളിക്ക് അങ്ങനെ എല്ലാത്തിനോടും ഒരു ഇതുണ്ട്, ഒരു ആസക്തിയുണ്ട് എല്ലാത്തിനോടും. അപ്പോൾ ആറാട്ടണ്ണനോ ശരിക്കും ഇതുപോലെ സ്ത്രീ വിഷയത്തിലൂടെ താല്പര്യമുണ്ടോ? സ്ത്രീ വിഷയത്തിലും ഇതുപോലെ താല്പര്യമുണ്ടോ? എനിക്ക് ആവശ്യത്തിനേ ഉള്ളൂ. ആവശ്യത്തിന് താല്പര്യം ഉണ്ട്. അപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ളത്, അതായത് കൂടുതലും അല്ല കുറവല്ല, ആവശ്യത്തിനേ ഉള്ളൂ. ആവശ്യത്തിന് എനിക്ക് സ്ത്രീകളോട് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അതെല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ടാണോ ഈ പലരിടത്തും ക്രഷ് എന്നൊക്കെ പറഞ്ഞ ഞാൻ പറയാറില്ല, പണ്ടേക്ക് തോന്നിയിരുന്നു. എന്ത് പറ്റി ഇപ്പൊ ക്രഷ് ഒന്നും ഇല്ലേ? ഇപ്പൊ ശരിക്കും ഇപ്പൊ ഈ ക്രഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജയിലിൽ പോയി കണ്ടുവരും, അതുകൊണ്ടാണ് പറയാത്ത. എന്തിനായിരുന്നു ശരിക്കും ആക്ച്വലി ആ ജയിലിൽ പോയത്? എന്തിനായിരുന്നു? അതൊരു ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റിന്റെ പേരിലാണ്. ആ പോസ്റ്റ് ഇട്ടപ്പോ ഞാൻ പറഞ്ഞതാ അത് ഡിലീറ്റ് ചെയ്യാൻ. എനിക്കത് അതിന്റെ അടിയിൽ കുറെ പേര് കമന്റ്സ് ഇട്ടവരാ, അവര് കാരണമാണ് അവരറിഞ്ഞത്. അവര് കുറെ ടാഗ് ചെയ്തു. ഇഷ്യൂ ഉണ്ടായതല്ലേ? കാരണം ഇവിടെ ഇപ്പൊ കോമാളത്തിന് എനിക്ക് കാണിക്കാൻ പറ്റില്ല, പെരേരയ്ക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് അഡൽട്ട് കാര്യങ്ങൾ ഇടുന്നുണ്ട്. കാരണം ഈ ഫേസ്ബുക്കിൽ അമ്മമാർക്ക് വേണ്ട അതൊക്കെയാണ്. അഡൾട്ട് ആണ് കുറച്ച് താല്പര്യം തോന്നുന്നുണ്ടല്ലേ? കുറച്ച് അങ്ങനത്തെ കണ്ടന്റ്സ് ഒരു കാലത്ത് കിട്ടുന്നുണ്ട്. കാരണം അതാണ് ആൾക്കാർക്ക്. എനിക്കിപ്പോൾ 3 കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറയാം, ഒരു വൈറലാണെങ്കിൽ ഒന്നേ കോമാളിത്തരം, അതെനിക്ക് പറ്റില്ല, പെരേരയ്ക്ക് പറ്റുള്ളൂ. പിന്നെ അഡൾട്ട്, പിന്നെ കുറ്റം പറയാം. അപ്പോൾ ആദ്യത്തെ വരാത്തതുകൊണ്ട് 2ഉം 3ാമത്തെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. കുറ്റം പറയുന്നുണ്ട്, അഡൾട്ടും ഇഷ്ടം. അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പം ഞാൻ ചെയ്യാറില്ല, കാരണം അതാണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഷ്ണു പുതിയ ജനറേഷൻ ആൾക്കാർ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് അല്ല, 2K കിഡ്സാ. പഴയ ജനറേഷൻ കാരണം അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എല്ലാം ഉണ്ട്, അവർ വളരെ ഓപ്പൺ ആണ്. അവർക്ക് അങ്ങനെ പക്ഷെ ഒരു 90s കിഡ്സ് 80s കിഡ്സ് പഴയ ജനറേഷനെല്ലാം സെക്സ്വലി വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിൽ ഭയങ്കര സങ്കടമുണ്ടോ? അവർക്കൊക്കെ കിട്ടുന്നു, നമുക്കത് കിട്ടുന്നില്ല. ജലസി ഉണ്ട്. ഈ കപട സദാചാരമാണ്. അവരിങ്ങനെ സദാചാരം പറയുമെങ്കിലും അവർക്കാണ് ഏറ്റവും കൂടുതൽ സെക്സ് ഫ്രസ്ട്രേഷൻ ഉള്ളത്. ശരിക്കും ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എന്തൊരു അഭിപ്രായം? സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. പേരൻസ് സ്കൂളുകൾ കൊടുക്കേണ്ടതാണ്, പലർക്കും കിട്ടുന്നില്ല. ഓക്കെ. അപ്പോൾ അതുമാത്രം സെക്സുവൽ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ മോശമായിട്ട് കണക്കാക്കണം. നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോശം. ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ആ വേർഡ് ഉപയോഗിച്ചാൽ തന്നെ മോണിറ്റൈസേഷൻ പോവുക, അതിന് ഇത്ര മോശം കണക്കാക്കേണ്ട ആവശ്യത്തെ മനസ്സിലാവണം. ഞാനൊരു വീഡിയോയിൽ കണ്ടു, അതായത് ഈ ഒരു സെക്സ് എന്ന് പറയുന്നതിനെ മതങ്ങളാണ് ടാബു ആക്കി മാറ്റിയത്. കാരണം പറയുന്നതിന് എന്തോ മോശം. എനിക്ക് മനസ്സിലാണ്. ആഷിക് കപൂർ സിനിമയിൽ പറഞ്ഞു ഒരു 10-20 പേര് ഇടിച്ചു വീഴ്ത്തുന്ന കുഴപ്പമില്ല, പക്ഷെ ഉമ്മ കൊടുക്കുന്ന പ്രശ്നമാണ്. എന്താണ് ഇത് ഇത്ര വലിയ മോശം കണക്കാക്കേണ്ട മനസ്സിലാവണം. ഏത് മതമായിരിക്കും? എല്ലാ മതങ്ങളിലും ഒരു പാപമായിട്ടോ സിന്നായിട്ട് കണക്കാക്കും. എസ്പെഷ്യലി സെമിറ്റിക് റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി, സെമിറ്റിക് റിലീജിയനെല്ലാം അങ്ങനെ കണക്കാക്കണം. ഹിന്ദുയിസത്തിൽ അങ്ങനെയല്ല, കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് കാണും. ഈ വീഡിയോ മാധവിക്കുട്ടി പോലെ റൈറ്റേഴ്സിൽ അല്ലെങ്കിൽ പോസിറ്റീവ് പറയുമ്പോൾ ആൾക്കാർ ഓപ്പോസിറ്റ് ഉണ്ട്. ശരിക്കും കപട സദാചാരമാണ്. ഇവർ പുറമേ വല്ല സദാചാരം കാണിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇതെല്ലാം ഉണ്ട്. ഇതിന് എത്ര മോശം കണക്കാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിലേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മതമാണ് ഇങ്ങനെ പ്രശ്നമാക്കിയത്. അപ്പോൾ വേറെ ആളുകൾ വന്നിട്ട് മതത്തിലുള്ള ആരെങ്കിലും ഒക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ? നീ ഏത് മതത്തെയാ ഉദ്ദേശിച്ച് അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മതം എന്ന് പറഞ്ഞാൽ വളരെ യാഥാസ്ഥികതയും ലോജിക്ക് ഇല്ലാത്ത കാര്യമാണ്. ദൈവം വേണം, പക്ഷെ മതത്തിന്റെ ആവശ്യമില്ല. മതം ഉണ്ടാക്കുന്നത് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണ്, അവർക്ക് ആശിട്ടാൻ വേണ്ടിയുള്ളതാണ്. ശരിക്കും മതം എന്ന് പറയുന്നത് പൈസക്ക് എല്ലാതും ഒരു ബിസിനസ് ആണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വർഗീയതയിൽ ഉണ്ടാവുന്നുണ്ട്. ദൈവം വേണം, പക്ഷെ മതത്തിന്റെ ആവശ്യമില്ല. മതം മനുഷ്യരുണ്ടാക്കിയതാണ്. ദൈവത്തെ വെച്ച് എല്ലാവരും പൈസ ഉണ്ടാക്കുകയാണ്, മുതലെടുക്കുകയാണല്ലേ. അല്ല, ഇത് പല പുരോഹിതന്മാർക്ക് പലതും കിട്ടാനും മറ്റെല്ലാം വേണ്ടിയാണ് പല ആചാരങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന്നെല്ലാം മാറി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതേ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബസൂക്ക മൂവി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബസൂക്ക മൂവി ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തോ അത് റിജക്ട് ചെയ്തു. എന്നെ വിളിച്ചാണ്, ഞാൻ പോയി അഭിനയിച്ചു. ഫസ്റ്റ് ദിവസം നല്ല എല്ലാ ഫെസിലിറ്റിയിലും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം പോയപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലം കിട്ടിയില്ല. പിന്നെ അന്ന് റെമൻഡറേഷൻ ആരും പറഞ്ഞില്ല, ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ മൂഡ് ഔട്ടായി, അങ്ങനെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ സീൻ അവർ ആഡ് ചെയ്തു. ആകെ ഒരൊറ്റ ദിവസം ഷൂട്ട് ചെയ്ത ആ ഒരു വിഷ്വൽ മാത്രമാണോ മൂവിയിൽ ഉണ്ടായിരുന്നത്? സിദ്ധാർത്ഥനൊപ്പം സീനായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ കാണിക്കുന്ന ശരിക്കും ബിൽഡപ്പ് അവസാനം എന്നെ കാണിക്കുമ്പോൾ എനിക്കൂടി ചിരി പോകുന്നു എന്റെ മോൻ കണ്ടപ്പോൾ. ഞാനും മൂവി തിയേറ്ററിൽ പോയി ഒരുപാട് കൈയടിയാണ്. മമ്മൂട്ടിയെക്കാളും കൈയടി കിട്ടിയത് എനിക്കാണ്. അതെ, അതായത് മമ്മൂട്ടിയെ കാണിക്കുന്ന ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാണ്. ഇങ്ങനെ ആരാണ് നോട്ട് പെട്ടെന്ന് കാണിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നത്. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല മൂവി കണ്ടു. 4 പ്രാവശ്യം കണ്ടു, ഞങ്ങളും കണ്ടു. 4 തവണ കണ്ടു. അണ്ണൻ തന്നെ ടിക്കറ്റ് എടുത്തു. ഞാൻ വിചാരിച്ചു ആ സീൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. അണ്ണൻ തന്നെ പ്രൊമോഷൻ കൊടുത്തു തോന്നുന്നുണ്ടല്ലോ. അണ്ണനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ പടം കണ്ടേക്കണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ 2 തവണ കണ്ടിട്ടുള്ളൂ. ഇല്ല, അമ്മ അത് കഴിഞ്ഞ് ഫോറമാളി പോയില്ലേ? ഫോറമാളി പോയി കണ്ടില്ലേ? 2 തവണ കണ്ടിട്ടുള്ളൂ. 2 തവണ കണ്ടു അല്ലേ? ആ ഒരു മൂവി വന്ന സമയത്ത് ഞാനാണെങ്കിലും തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഭയങ്കര കയ്യടി. ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയെ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ കയ്യടി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സീന് കാണിക്കുമ്പോൾ. ശരിക്കും അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ? ഞാൻ വിചാരിച്ച സീൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചോ, അത് കളയെന്ന് വിചാരിച്ചോ.
പക്ഷെ നന്നായിട്ട് അതിലും ഒരു ചെറിയ കളിയാക്കലുണ്ട്. ഗൗതം പിന്നെ പറയുന്നുണ്ട് ഒരു നെഗറ്റീവ് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ നന്നായിട്ട് പോയി. ഉണ്ടാവില്ല എന്ന് വിചാരിച്ചല്ലോ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒട്ടും എക്സ്പെക്ട് അല്ലാണ്ട് ആ വിഷ്വല് കണ്ടപ്പോ എന്താ തോന്നി ശരിക്കും? അല്ല, എനിക്ക് ചിരി വന്നു. എന്റെ മുഖം കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ട് ആൾക്കാർ ചിരിക്കുന്നതാണ്. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എന്റെ ഫേസ് എക്സ്പ്രഷൻ, എന്റെ ഫേസിലെ കാണാനാണ് പല പെൺകുട്ടികൾക്ക് ഭയങ്കര ചിരിയാണ്. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാണ് സ്ട്രെസ് റിലീവറാണ്, ഇത് കാണുമ്പോൾ അവർക്ക് സ്ട്രെസ് മാറും. അതും ശരിക്കും ഒരു അനുഗ്രഹമല്ലേ? ഒരാളുടെ സങ്കടം മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു സംഭവം മറ്റൊരാൾക്ക് കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിട്ട് കൂട്ടിയിട്ടില്ലേ? പക്ഷെ അത് കോമാളി ആക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ? അല്ല, ഞാൻ മണപ്പൂരം ഇതൊരു കോമാളിത്തരം കാണിച്ചിട്ടില്ല. അങ്ങനെ വരികയാണ്. മണപ്പൂരം ഒന്നും കാണിച്ചിട്ടില്ല. മണപ്പൂരം കാണിക്കുന്ന പെരേരയാണ്. മണപ്പൂരം പ്ലാൻ ചെയ്യുന്നത്. എന്ത് പറ്റി എന്ത് പറയുമ്പോഴും പെരേരയാണ് ചെയ്യുന്നത്? ഞാൻ ഉള്ളായി പറഞ്ഞു. പെരേരയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇഷ്ടമില്ലായ്ക വല്ലതും ഉണ്ടോ? ക്രഷ് അല്ല, ക്രഷ് മാത്രമേ ഇപ്പോഴും ഓർമ്മയുള്ളൂ. ശരിക്കും ഇപ്പോഴത്തെ ക്രഷ് ആരാ? ഇപ്പോഴത്തെ ക്രഷ് വിദ്യാബാലൻ. അത് കുഴപ്പമില്ല, ഔട്ട്സൈഡ് കേരളയാണ്, അതുകൊണ്ട് കേസിലാവില്ല. ഇനിയിപ്പോ അടുത്ത വീഡിയോ വെറുതെ തമാശക്ക് പറഞ്ഞാട്ടാ. ഇനിയിപ്പോ അതിന്റെ പേരിൽ കേസാകില്ല. ചിലപ്പോ അടുത്ത വീഡിയോ അങ്ങനെ പേടിയാണ് പുള്ളിക്ക്. ഇപ്പൊ ക്രഷ് എന്ന് പറയാൻ പേടിയാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായി. ഇനിയിപ്പോ പച്ചവെള്ളം കണ്ടാലും പേടിക്കും.